ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള സെഷനിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞു. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സമ്മിശ്രിതമായ ഒരു വസ്തു, ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ വസ്തു. ആ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. എവിടെയാണോ ആ ഹോൾ സിസ്റ്റത്തിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, ആ പോയിന്റ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും അതിൻ്റെ പ്രോബ്ലംസും എല്ലാം നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ദയവേത് അതൊന്ന് കണ്ടിട്ട് വരിക. കാരണം ഈ സെഷൻ ആ സെഷൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡ്സിൽ പോയാൽ മതി, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവയുടെ ലിങ്ക്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ഓബ്ജക്ട്സിന് എങ്ങനെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കും എന്നുള്ളതും, പിന്നെ ഈ സെൻറ്റർ ഓഫ് മാസിന് വരുന്ന പ്രോപ്പർട്ടീസ്, സെൻറ്റർ ഓഫ് മാസിന് എങ്ങനെയായിരിക്കും വെലോസിറ്റി വരുന്നത്, മൊമെൻറ്റം വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കായാലും, തിയറിക്കായാലും എൻട്രൻസിനായാലും നിങ്ങൾക്ക് വളരെ ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് പഠിക്കാനും വളരെ ഈസി ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ബർഡനായിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ എഴുതി, ഞാൻ കമൻസ് വായിച്ച് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക. അതേപോലെ നോട്ട്സ് കിട്ടണം എന്നുള്ള കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറയാം, ആ സമയത്ത് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സായിട്ട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളാം. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് ഒരു സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസിൽ എങ്ങനെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി വിത്ത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഒരു വലിയ പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് ഞാൻ വരച്ച് കാണിക്കുവാണ്. അതിൽ കുറേ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ ചെറിയ പാർട്ടിക്കിൾസിനും ഒരു മാസ് ഉണ്ടാവും. M1 M2 M3 M4 അങ്ങനെ Mn വരെ ഉണ്ട്. n പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ M1 M2 M3 എക്സെട്ര അപ് ടു Mn വരെയാണ് അതിൻ്റെ മാസ് എന്ന് കരുതുക. അതേപോലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഒറിജിനായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു പോയിന്റ് ചുമ്മാ ഒറിജിൻ ആണെന്ന് പറയുകയാണ്, ആ ഒറിജിനിൽ നിന്നും ഈ ഓരോ പാർട്ടിക്കിളിനും ഒരു പൊസിഷൻ വെക്റ്റർ ഉണ്ടാവും. R1 R2 R3 അങ്ങനെ ഒരു പൊസിഷൻ വെക്റ്റർ ഓരോന്നിനും ഉണ്ടാവും. അപ്പോൾ എല്ലാ പാർട്ടിക്കിളിനും ഒരു M ഉണ്ട്, ഒരു പൊസിഷൻ വെക്റ്റർ R ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ആ സെൻറ്റർ ഓഫ് മാസ് ക്യാപിറ്റൽ R ആണെന്ന് വിചാരിക്കാം. അതെങ്ങനെ എഴുതാം? അതിൻ്റെ എക്സ്പ്രഷൻ എപ്പോഴും പറയുന്നത് സിഗ്മ M ഇൻറ്റു R എന്ന് പറഞ്ഞാൽ മാസ്, ഓരോ വസ്തുവിൻ്റെയും മാസിനും അതിൻ്റെ പൊസിഷൻ വെക്ടറും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ സിഗ്മ എം. സിഗ്മ എം എന്ന് പറയുന്നത് സം ഓഫ് മാസ് ആണ്. ഓരോ വസ്തുവിനും മാസ് സം ചെയ്യുക. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു. ഒരു പ്രോബ്ലം ചെയ്തു നോക്കി. ഇതേപോലെ ഇതിപ്പോൾ ഞാൻ വെക്ടറൈസ്ഡ് ഫോമിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറിനെ ക്യാപിറ്റൽ R ആയി എടുത്തു. ഇനി അതിൻ്റെ കോർഡിനേറ്റ്സ് പറയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി എങ്ങനെ പറയാം? സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് Y ക്യാപിറ്റൽ Z ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സിനെ എങ്ങനെ പറയാം? സിഗ്മ M ഇൻറ്റു എക്സ്. ഓരോ വസ്തുവിൻ്റെയും എക്സ് കോർഡിനേറ്റ് x1 x2 എക്സെട്ര അപ് ടു എക്സ് തന്നെ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സിഗ്മ എം എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എം എന്ന് പറയാം. അത് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. സെൻറ്റർ ഓഫ് മാസിൻ്റെ വൈ കോർഡിനേറ്റ് എഴുതാൻ എനിക്ക് സിഗ്മ എം ഇൻറ്റു ആ പർട്ടിക്കുലർ പാർട്ടിക്കിളുടെ വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ സിഗ്മ എം ചെയ്താൽ മതിയായിരിക്കും. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇസഡ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഇതേപോലെ എനിക്ക് സിഗ്മ എം ഇൻറ്റു ഇസഡ് ഡിവൈഡഡ് ബൈ സിഗ്മ എം ചെയ്താൽ മതിയായിരിക്കും. ഇത് വെച്ച് നമ്മളൊരു പ്രോബ്ലവും കഴിഞ്ഞ സെഷനിൽ ചെയ്തായിരുന്നു. ഇനി ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ അല്ല. പകരം എനിക്കുള്ളത് ഒരൊറ്റ പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു പേനയാണ്. ഈ പേനയിൽ ഇപ്പോൾ ആക്ച്വലി മൾട്ടിപ്പിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. ലൈക്ക് ഇതിൻ്റെ മഷി ഒഴിക്കുന്ന ഭാഗമുണ്ട്, ഈ നിബുണ്ട്, അടപ്പുണ്ട്. പക്ഷെ ഒരു സിലിണ്ടർ ആണ് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അത് ഒരൊറ്റ പാർട്ടിക്കിളാണ്. ഇതേപോലെ ഓരോ പാർട്ടിക്കിളിനും മാസ് ഉണ്ട്. ആ ഓരോ പാർട്ടിക്കിളിന് റേഡിയസ് വെക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ എഴുതി കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഒരൊറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ആ പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ വരച്ച് കാണിക്കുകയാണ് ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മുറിക്കുക എന്ന് പറഞ്ഞാൽ എടുത്ത് വെട്ടി മുറിക്കണം എന്നല്ല പറയുന്നത്, അസ്യൂം ചെയ്യുക. ഓക്കെ, ഇതിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളായി ഇങ്ങനെ മുറിച്ചു എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോ കഷ്ണത്തിനും ഒരു മാസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ടോട്ടൽ മാസ് എം ആണെങ്കിൽ, സ്മോൾ എം ആണ് ഇതിന് ടോട്ടൽ മാസ് എന്ന് വിചാരിക്കുക. ഈ ഓരോ കഷ്ണത്തിനെയും മാസ് ഞാൻ DM ആയി എടുക്കുവാണ്. ഒരു ഡെൽറ്റ മാസ്, ഒരു കുഞ്ഞ് മാസ് DM ആയിട്ട് ഞാൻ കരുതുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഓരോ കഷ്ണത്തിനെയും മാസ് അറിയാം, ആ ഓരോ കഷ്ണത്തിനെയും റേഡിയസ് വെക്ടർ R അറിയാം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ എനിക്ക് അതിനും സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇഫ് എ ബോഡി ക്യാൻ ബി അസ്യൂം ടു ഹാവ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസസ് DM. ഓക്കെ, DM ഉള്ള ഓരോ വലിയ ബോഡി ആണെങ്കിലും അതിനെ DM മാസമുള്ള കണ്ടിന്യൂസ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു മാസ് പോലെ, കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പല പല മാസം അടുക്കി വെച്ചേക്കുന്ന മാസ് പോലെ അതിനെ അസ്യൂം ചെയ്യാൻ പറ്റും, ആ വലിയ മാസിനെ അസ്യൂം ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അറ്റ് കോർഡിനേറ്റ്സ് XYZ, ഈ ഓരോന്നിനും ഞാൻ പറഞ്ഞു റേഡിയസ് വെക്ടർ പറഞ്ഞു, റേഡിയസ് വെക്ടറിന്റെ കോർഡിനേറ്റ്സ് XYZ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ എനിക്ക് ദെൻ ദ സെന്റർ ഓഫ് മാസിനെ എങ്ങനെ പറയാൻ പറ്റും? ആദ്യം വെക്ടറൈസ്ഡ് ഫോമിൽ നമുക്ക് പറയാം, R ആണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ എന്ന് കരുതുക. ഇവിടുത്തെ R എഴുതിയ പോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതേപോലെ എഴുതാം. എങ്ങനെ എഴുതാം? സിഗ്മ DM ഇൻറ്റു R ഡിവൈഡഡ് ബൈ സിഗ്മ DM എന്ന് എഴുതാം. സിഗ്മ എന്ന് എഴുതാൻ പാടില്ല, ഇതൊരു നേരത്തെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഓരോ പാർട്ടിക്കിളും തനിച്ചിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആയിരുന്നു. ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് നേരത്തെ എനിക്ക് സിഗ്മ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഈ പാർട്ടിക്കിൾ എല്ലാം കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സിഗ്മ എഴുതാൻ പറ്റത്തില്ല, പകരം ഞാൻ എഴുതുന്നത് ഇന്റഗ്രൽ ആയിരിക്കും. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് R ഇൻറ്റു DM M ഇൻറ്റു R, അത് തന്നെയാണ് എഴുതിയത്, DM ഇൻറ്റു R ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഓഫ് DM എന്നെനിക്ക് എഴുതാൻ പറ്റും അല്ലെ. സിഗ്മ M ഇൻറ്റു R ഡിവൈഡ് ബൈ സിഗ്മ M, അതിന് പകരം ഇന്റഗ്രൽ M ഇൻറ്റു R ഡിവൈഡ് ബൈ ഇന്റഗ്രൽ M എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കാം, ഒരു കുഞ്ഞു കഷ്ണത്തിന്റെ മാസ് DM ആണ്. അങ്ങനെ ഓരോ ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആഡ് ചെയ്യുവാണ്. സിഗ്മ എന്ന് പറയുന്ന പോലെ തന്നെയാണ്, സിഗ്മ ഡിസ്ക്രീറ്റിന് പറഞ്ഞു, ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഓരോ കഷ്ണത്തിന്റെയും മാസ് DM ആണ്. അതിനെ എല്ലാത്തിനെയും ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു 5 കിലോ മാസുള്ള ഒരു പർട്ടിക്കുലർ സിലിണ്ടർ ആണ് എന്ന് വിചാരിക്കാം. ഇതിന് 5 കിലോ മാസ് ഉണ്ട്. ഇത് ഞാൻ 10 മുറിച്ചു, അല്ലെങ്കിൽ 5 തന്നെ മുറിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോന്നും 1 kg ആയിരിക്കും. ആ ഓരോ 1 kgനെയും ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 kg തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ ഇവിടെ ഓരോ കഷ്ണത്തിന്റെയും മാസ് DM ആണ്. ആ DMനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് M ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ എനിക്ക് കിട്ടുന്നത് M തന്നെയാണ്, അതായത് മാസ് ഓഫ് ഒബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എഫക്റ്റീവ്ലി സിഗ്മ R DM ഡിവൈഡഡ് ബൈ M എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇതിനി ഇതേപോലെ കോർഡിനേറ്റ് ഫോമിൽ എനിക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് XYZ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാപിറ്റൽ X കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എനിക്ക് ഇതേപോലെ ഇന്റഗ്രൽ ഓഫ്, എനിക്കറിയാം ആ ഓരോ പാർട്ടിക്കിൾ ഇരിക്കുന്നത് XYZ-ലാണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? X ഇൻറ്റു DM ഡിവൈഡഡ് ബൈ M. ഇന്റഗ്രൽ ഓഫ് DM തന്നെയാണ്, സിഗ്മ DM തന്നെയാണ്. സിഗ്മ M ചെയ്ത പോലെ ഇവിടെ ഇന്റഗ്രൽ ഓഫ് DM ചെയ്തു. ഇന്റഗ്രൽ ഓഫ് DM എനിക്ക് അറിയാം M ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി അത് M എന്ന് തന്നെ എഴുതി, ഇന്റഗ്രൽ വെച്ച് എഴുതുന്നില്ല. ഓക്കെ, അതേപോലെ Y കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ സിഗ്മ Y ഇൻറ്റു DM ഡിവൈഡഡ് ബൈ M എന്നെനിക്ക് എഴുതാം. അതേപോലെ Z കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് Z ഇൻറ്റു DM ഡിവൈഡഡ് ബൈ M എന്നെനിക്ക് എഴുതാം. ഇങ്ങനെ എനിക്ക് ഏതൊരു പാർട്ടിക്കിളിനെ, ഏതൊരു വസ്തു ഒരു ഒറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ പോലും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അതിനെ അസ്യൂം ചെയ്ത് ആ ഓരോ കഷ്ണത്തിൻ്റെയും കോർഡിനേറ്റ്സ് ഏത് പൊസിഷനിലാണ് അതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഓരോ കഷ്ണത്തിൻ്റെയും മാസ് നമുക്ക് DM ആയി എടുത്ത് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ തിൻ റോഡ്. ഒരു കുഞ്ഞ് റോഡ് ഉണ്ടാണ്, ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് ആ റോഡ്. ഓക്കെ, ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ജിയോമെട്രിക് സെന്റർ, ഒരു ഒറിജിൻ പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ആ ഒറിജിൻ പോയിന്റ് 0, 0, 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു എക്സ് ആക്സിസ് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ എക്സ് ആക്സിസ്, ഈ കാണുന്ന എക്സ് ആക്സിസ് ആണ്. ഇത് ഇപ്പുറത്തും അപ്പുറത്തും പോവും. ഇനി Y ആക്സിസ് നോക്കുക, ഇതാണ് അതിൻ്റെ Y ആക്സിസ്. അതേപോലെ Z ആക്സിസ് ഇങ്ങോട്ട് വരുവാണെന്ന് വിചാരിക്കാം. ഇനി ശ്രദ്ധിക്കുക, Y-ൽ ഇത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറഞ്ഞാൽ Y-ൽ ഇതിന് വലിയ നീളമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും, കാരണം അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാനൊന്നുമില്ല. അപ്പോൾ Y-ൽ അതിനെ കോർഡിനേറ്റ്, Y-ലും Z-ലും അതേപോലെ തന്നെയാണ്, ഇങ്ങോട്ടൊന്നും അധികം പോകാനില്ല. അപ്പോൾ ആ Y-ലും Z-ലും അതിൻ്റെ കോർഡിനേറ്റ് 0 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് മാത്രം നോക്കിയാൽ മതി. എക്സിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഞാൻ പറയുവാണ്, നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ പല കഷ്ണങ്ങളായി നമ്മൾ മുറിക്കുന്നു. ഞാൻ ഒരു പർട്ടിക്കുലർ കഷ്ണം ഞാൻ ഇവിടെ എടുക്കുവാണ്. ഓക്കെ, ഇതാണ് എൻ്റെ കഷ്ണം, ഈ എടുത്ത കഷ്ണം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിന് ഇത്രയും ദൂരമുണ്ട്. ഒറിജിനിൽ നിന്നും എക്സ് ആക്സിസിൽ എത്ര ദൂരമുണ്ട്? എക്സ് ദൂരമുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ മാസ് DM ആണ്. ഓക്കെ, ഇതേപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡിലും അതേ ദൂരത്തിൽ എനിക്കൊരു കഷ്ണം എടുക്കാൻ പറ്റും. ഇത്രയും ദൂരം തന്നെ, ഈ ദൂരവും X ആണ്. പക്ഷെ ഇപ്പുറത്തായതുകൊണ്ട് -X എന്ന് എനിക്ക് എഴുതണം.
അപ്പോൾ എക്സ് ദൂരം തന്നെയാണ്, പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇതിൻ്റെ മാസ് ഡി എം ആണ് എന്ന് കരുതുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എനിക്ക് എന്താ എടുക്കേണ്ടത്? എക്സ് ആക്സിസ് കണ്ടുപിടിക്കാൻ വൈയും ഇസഡും ഞാൻ 0 ആണെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വൈയും ഇസഡും 0 തന്നെയാണ്. കാരണം എന്താണ്? വൈയിലും ഇസഡിലും ഒന്നും അധികം പോകാനൊന്നുമില്ല. അപ്പോൾ അവിടെ തന്നെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്, 0-ൽ തന്നെയാണ്. ഈ എക്സ് മാത്രം എനിക്ക് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താ ചോദിക്കുന്നത്? ഇൻറ്റഗ്രൽ ഓഫ് എക്സ് ഡി എം എനിക്ക് ചെയ്യണം. ഇൻറ്റഗ്രൽ ഓഫ് എക്സ് ഡി എം എനിക്ക് എടുക്കണം. ഇൻറ്റഗ്രൽ ഓഫ് എക്സ് ഡി എം എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള ഓരോ കഷ്ണവും ആഡ് ചെയ്യണം. അങ്ങനെ ഓരോ കഷ്ണവും ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലെ ഈ കഷ്ണത്തിന് എനിക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിന് എനിക്ക് കിട്ടുന്നത് മൈനസ് എക്സ് ഡി എം ആണ്. ഇപ്പുറത്തെ കഷ്ണം, ഞാൻ ആദ്യം എടുത്ത കഷ്ണം, ആ കഷ്ണം ആഡ് ചെയ്യുമ്പോൾ പ്ലസ് എക്സ് ഡി എം ആണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എത്ര ഞാൻ എടുക്കുന്നോ, ഈ ലെഫ്റ്റ് സൈഡിൽ എത്ര, ഇങ്ങനെ 3 കഷ്ണം എടുത്തെങ്കിൽ, ഇതിന് മുന്നേ ഒരു കഷ്ണം എടുത്തെങ്കിൽ ആ കഷ്ണവും അതേപോലെ തന്നെ ഇപ്പുറത്തൊരു പ്ലസ് എക്സ് ഡി എം ഉണ്ടാവും. അത് നെഗറ്റീവ് എക്സ് ഡി എം ആണെങ്കിൽ ഇപ്പുറത്തൊരു പ്ലസ് എക്സ് ഡി എം ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ കഷ്ണത്തിന്, ലെഫ്റ്റ് സൈഡിൽ ഞാൻ എടുക്കുന്ന ഓരോ കഷ്ണത്തിന് അതേപോലെ സിമെട്രിക് ആയി റൈറ്റ് സൈഡിൽ ഓരോ കഷ്ണം എനിക്ക് കിട്ടുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ എല്ലാ കഷ്ണത്തിനെയും എനിക്ക് ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഡി എം ഡിവൈഡ് ബൈ എം എന്നുള്ളത് എനിക്ക് 0 തന്നെയാണ്. അപ്പോൾ എനിക്ക് എഫക്റ്റീവ്ലി കിട്ടിയത് എന്താണ്? എൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത് 0-0-0-ൽ തന്നെയാണ്, അതായത് ഒറിജിനിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ വസ്തുവിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇത് ഒരു സിമെട്രിക് ബോഡിയാണ്. സിമെട്രിക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഒരു പർട്ടിക്കുലർ ആക്സിസ് നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിനെ നടുക്ക് വെച്ച് ആ ഒറിജിൻ വഴി ഒരു പ്ലെയിൻ ഞാൻ വരയ്ക്കുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒറിജിനിൽ കൂടെ, അതായത് ഇതാണ് ഞാൻ പറഞ്ഞ ഈ പോയിന്റ് ആണ് ഒറിജിൻ എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഞാൻ വരച്ച് കാണിക്കുകയാണ്, ഇതാണ് ഒറിജിൻ. ഓക്കെ, ഈ ഒറിജിനിൽ കൂടെ ഞാനൊരു പ്ലെയിൻ വരയ്ക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിയാലും ഇപ്പുറത്തെ സൈഡ് നോക്കിയാലും, ഒറിജിനിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ഞാൻ നോക്കുന്നു, റൈറ്റ് സൈഡ് നോക്കുന്നു, രണ്ട് സൈഡിലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതിനാണ് നമ്മൾ സിമെട്രിക് ബോഡി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഈ ബോർഡ് ഒരു സിമെട്രിക് ബോഡിയാണ്. കാരണം ഞാൻ ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കാം, ഒറിജിനിൽ കൂടെ ഞാനൊരു പ്ലെയിൻ വരയ്ക്കുവാണ്. അപ്പോൾ ഒറിജിൻ പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇത് ഒരേപോലെയാണ് ഇരിക്കുന്നത്. എൻ്റെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു സിമെട്രിക് ബോഡിയാണ്. നടുക്ക് വെച്ച് ഞാനൊരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു സിമെട്രിക് ബോഡിയാണ്. അപ്പോൾ സിമെട്രിക് ബോഡീന് എല്ലാ ആക്സിസിലും സിമെട്രി ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒറിജിനിൽ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായത് എന്താണ്? ഇവിടുത്തെ ഞാൻ CM എന്ന് എഴുതുവാണ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് 0-0-0 ആണെന്ന് നമുക്ക് പ്രൂവ് ആയി. വൈയും 0 ആണ്, ഇസഡും 0 ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അങ്ങനെ സെൻറ്റർ ഓഫ് മാസ് 0 ആണെന്ന് പ്രൂവ് ആയി. ഇനി നമുക്ക് മനസ്സിലായ ഒരു കാര്യം കൂടെ എന്താണ്? 3 ആക്സിസിലും ഇതിന് സിമെട്രി ഉണ്ടെങ്കിൽ, ഇഫ് എ ബോഡി ഹാസ് സിമെട്രി ഇൻ 3 axes, the center of mass lies at origin or geometric center. 3 ആക്സിസിൽ സിമെട്രി ഉണ്ടെങ്കിൽ അതിന് സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത് ജിയോമെട്രിക് സെൻറ്റർ ആയിരിക്കും. എന്താണ് ഈ ജിയോമെട്രിക് സെൻറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, സെൻറ്റർ ഓഫ് മാസ് ഓഫ് ബോഡീസ് ഹാവിംഗ് റെഗുലർ ജിയോമെട്രിക് ഷേപ്പ് ആൻഡ് യൂണിഫോം മാസ്, അങ്ങനെയുള്ള ബോഡീസിന് എവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മളൊരു റിങ്ങിൻ്റെ കേസ് പറയുകയാണ്. റിങ് എന്ന് പറയുന്നത് നമ്മുടെ മോതിരം പോലുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് എവിടെയായിരിക്കും വരുന്നത്? ഈ ഒബ്വിയസ്ലി ഈ സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ടാവും, അതാണ് അവിടുത്തെ ജിയോമെട്രിക് സെൻറ്റർ. അവിടെ തന്നെയായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ സ്ഫിയർ, ഒരു ബോൾ, അതുപോലുള്ള ഒരു വസ്തുവാണ്. ആ വസ്തുവിനും ഒരിക്കൽ കൂടി സെൻറ്ററിൽ കിടക്കുന്ന എവിടെയാണോ ആ സെൻറ്റർ, അത് തന്നെയായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഒരു ക്യൂബിൻ്റെ ജിയോമെട്രിക് സെൻറ്റർ കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് കോർണേഴ്സ് എനിക്ക് ഡയഗണൽ, അതായത് ശ്രദ്ധിക്കുക, ഈ കോർണർ, ഈ ഫ്രണ്ടിൽ കാണുന്ന കോർണറും അപ്പുറത്ത് മുകളിൽ ബാക്കിൽ കാണുന്ന കോർണറും, അതിന് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങനെ. അതേപോലെ ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന കോർണറും അപ്പുറത്തെ സൈഡിൽ ബാക്കിൽ കാണുന്ന കോർണറും ഞാൻ കൂട്ടിച്ചേർക്കുവാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ ജിയോമെട്രിക് സെൻറ്റർ. അകത്തായിരിക്കും, ഉള്ളിലായിരിക്കും. ഒരു ഡെപ്പിയാണ് നമ്മൾ പറയുന്നത്. ആ ഡെപ്പിക്ക് നടുവിലായിരിക്കും അതിന് വരുന്ന സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, സിലിണ്ടർ ഇതേപോലെ എനിക്ക് എന്ത് പറയാം? ആദ്യം ഈ മുകളിലുള്ള സർക്കിളിൻ്റെ സെൻറ്റർ എനിക്ക് പറയാം. ഓക്കെ, ഇതായിരിക്കും ആ മുകളിലുള്ള സർക്കിളിൻ്റെ സെൻറ്റർ. താഴെയുള്ള സർക്കിളിൻ്റെ സെൻറ്റർ പറയാം. താഴെയുള്ള സർക്കിളിൻ്റെ സെൻറ്റർ ഇതായിരിക്കും. ആ രണ്ടും കൂടെ
കൂട്ടി വരയ്ക്കുന്ന ലൈനിൻ്റെ സെൻറ്റർ അതായിരിക്കും അവിടുത്തെ ജോമെട്രിക് സെൻറ്റർ, അത് തന്നെയായിരിക്കും അവിടുത്തെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു കണ്ടിന്യൂസ് ബോഡിക്ക് എങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതായി അസ്യൂം ചെയ്യുക. ഈ ഓരോ ചെറിയ കഷ്ണത്തിനും ഒരു dm മാസ് ഉണ്ട്, അതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നും അസ്യൂം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് വെച്ച് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കിട്ടും. ആൻഡ് മോസ്റ്റ്ലി നമുക്ക് ചോദ്യത്തിൽ വരുന്നത് ഇതുപോലുള്ള യൂണിഫോം ബോഡീസിനായിരിക്കും. അപ്പോൾ യൂണിഫോം ബോഡീസിന് എപ്പോഴും, അത് യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡീസിന് എപ്പോഴും അതിൻ്റെ ജിയോമെട്രിക് സെൻറ്ററിലായിരിക്കും അവയുടെ സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് കൺസെപ്റ്റ്, മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. എങ്ങനെയായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചലനം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെലോസിറ്റി ശ്രദ്ധിക്കാം. ആദ്യം എനിക്ക് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, നമുക്കറിയാം, ആദ്യമേ നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഈ പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് നമുക്ക് അറിയാമായിരുന്നു, അത് r വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് പറയാം, dr/dt എന്ന് പറയാം. ഈ പൊസിഷൻ വെക്ടറിനെ നമുക്ക് എപ്പോഴും അറിയാം, പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെലോസിറ്റി വെക്ടർ കിട്ടും. ഓക്കെ, അങ്ങനെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, നമുക്കറിയാം സിഗ്മ mr ഡിവൈഡഡ് ബൈ സിഗ്മ m ആണ്. അപ്പോൾ നമുക്ക് ഈ ആറിൻ്റെ എക്സ്പ്രഷനെ എനിക്ക് dt കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും, വെലോസിറ്റി v ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, m അതേപോലെ തന്നെ നിൽക്കും. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് ഒരു n നമ്പർ ഓഫ് വസ്തുക്കളുണ്ട്, ഓരോ വസ്തുക്കൾക്കും r1 r2 r3 എക്സെട്ര അപ് ടു rn പൊസിഷൻസ് ആണുള്ളത്. ആൻഡ് അതിനെല്ലാം m1 m2 എക്സെട്ര അപ് ടു mn ആണ് മാസ് ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ഈ dr/dt എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, മാസ് അതേപോലെ തന്നെ നിൽക്കും, m1 അതേപോലെ തന്നെ നിൽക്കും, m1 ഇൻറ്റു dr1 ഡിവൈഡഡ് ബൈ dt പ്ലസ് m2 ഇൻറ്റു dr2 ഡിവൈഡഡ് ബൈ dt പ്ലസ് എക്സെട്ര അപ് ടു mn ഇൻറ്റു drn ഡിവൈഡഡ് ബൈ dt ദ ഹോൾ ഡിവൈഡഡ് ബൈ, മുകളിൽ ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, താഴെ വ്യത്യാസമൊന്നുമില്ല, m തന്നെയാണ്. അപ്പോൾ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര അപ് ടു mn എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഈ dr/dt dr1 ഡിവൈഡ് ബൈ dt എന്നുള്ളത് v1 എന്നെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിന് എങ്ങനെ എഴുതാം, m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര അപ് ടു mn vn ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എക്സെട്ര അപ് ടു mn. ഇതായിരിക്കും എനിക്ക് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റിലോട്ട് പോവാം. മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ്. നമുക്കറിയാം വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയായിരുന്നു, v ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര അപ് ടു mn vn ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് mn എക്സെട്ര അപ് ടു mn എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടുത്തെ ടോട്ടൽ മാസ് ആണ്. ഇതിന് ഞാൻ ക്യാപിറ്റൽ m ആയി എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ആ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ മാസ് ക്യാപിറ്റൽ m ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ M ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് എഴുതാം, m ഇൻറ്റു v, ടോട്ടൽ ബോഡിയുടെ മാസ് ഇൻറ്റു ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഓരോ ഇൻഡിവിജ്വൽ വെക്ടറായിട്ട് എനിക്ക് എഴുതാം, m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര അപ് ടു mn vn എന്നെനിക്ക് എഴുതാം. അപ്പോൾ മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിൻ്റെയും മൊമെൻറ്റം എടുത്ത് അതിനെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെഴുതാം, മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ് is equal to sum of momentum of all particles. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെൻറ്റർ ഓഫ് മാസിനെ എങ്ങനെ കണ്ടിന്യൂസ് ബോഡിക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതും വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസും മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള കൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. ഇതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ബോർഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയെടുത്തോളാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങൾ നോട്ട്സ് എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വൺ ലാസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ നിർത്താം. നെക്സ്റ്റ് കൺസെപ്റ്റാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആൻഡ് സെൻറ്റർ ഓഫ് മാസ്. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആൻഡ് സെൻറ്റർ ഓഫ് മാസ് പറയുന്നത്? വളരെ സിമ്പിളാണ്. ടോട്ടൽ മൊമെൻറ്റം ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. നമുക്കറിയാം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു കാറിൻ്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാർ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കാറിൻ്റെ അകത്ത് ഇപ്പോൾ സീറ്റ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, നമ്മളും ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ
മാസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് ഒരു കാർ. അപ്പോൾ അതൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളായി. അപ്പോൾ അതിന് എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ മൊമെൻറ്റം ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും എന്നാണ് ഈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഫോർ സെൻറ്റർ ഓഫ് മാസ് പറയുന്നത്. മറ്റൊരു രീതിക്ക് പറയുവാണെങ്കിൽ, ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ സെൻറ്റർ ഓഫ് മാസ് ഈസ് 0, പുറത്തുനിന്നും ഒരു ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. മൊമെൻറ്റം കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ മാസ്, അപ്പോൾ ആ ബോഡിയുടെ മാസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ദെൻ ദ സെൻറ്റർ ഓഫ് മാസ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പുറത്തു നിന്നും എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കൺസർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വെലോസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ ഷെൽ ഈസ് ഫയർഡ് ഫ്രം എ ഗൺ അറ്റ് 100 മീറ്റർ പെർ സെക്കൻഡ്. വെടിവെച്ചു, 100 മീറ്റർ പെർ സെക്കൻഡിലാണ് ആ ഷെൽ പോകുന്നത്. അറ്റ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടലുമായി 60 ഡിഗ്രിയിലാണ് പോകുന്നത്. ഞാനിവിടെ വരച്ച് കാണിക്കാൻ പോവാണ്. സോ ഇതാണ് ആ ഗൺ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഫയർ ചെയ്തപ്പോൾ ഇത് 60 ഡിഗ്രിയിൽ പോയി, ഇങ്ങനെ പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രീസ് ആണ്. ഓക്കെ, ഇങ്ങനെ പോയി 60 ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇതാണ് വെലോസിറ്റി വെക്റ്റർ. ആ വെലോസിറ്റി വെക്റ്ററിനെ എനിക്ക് എക്സ് കമ്പോണൻ്റ് ആയിട്ടും വൈ കമ്പോണൻ്റ് ആയിട്ടും റിസോൾവ് ചെയ്യാം. ഇത് പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു വെക്റ്ററും ആ വെക്റ്ററിൻ്റെ എക്സ് ആക്സിസുമായുള്ള ആംഗിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ, വി എക്സ്, ഇത് വി ആണെന്ന് വിചാരിക്കാം, വി എക്സ് കണ്ടുപിടിക്കാൻ എനിക്ക് വി കോസ് തീറ്റ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് നമുക്കറിയാം 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അത് ഇൻറ്റു അവിടെ ഉള്ള കോസ് തീറ്റ ചെയ്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ദ ഷെൽ എക്സ്പ്ലോഡ്സ് ഇൻറ്റു 2. ഏറ്റവും ടോപ്പ് പോയിന്റിൽ ഈ ഷെൽ, ഇവിടെ നിന്നും ഷൂട്ട് ചെയ്ത ഷെൽ രണ്ടായി പൊട്ടി. ഓക്കെ, into 2. One particle moves in the negative x direction. ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോയി at 50 meter per second. 50 meter per secondൽ ഇങ്ങോട്ട് പോയി. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി അതർ പാർട്ടിക്കിൾ? മറ്റേ പാർട്ടിക്കിൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്, അതിൻ്റെ സ്പീഡ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. കിട്ടാത്ത കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പറയാം. ഈ ഷെൽ വരുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് വി എക്സ് എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത് നമുക്കറിയാം 100 ആണ്. വി 100 എന്ന് പറഞ്ഞിട്ടുണ്ട്, 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എക്സ് ആക്സിസിലെ അതിൻ്റെ വെലോസിറ്റി, കാരണം നമ്മളിവിടെ എക്സ് ഡയറക്ഷനാണ് പറയുന്നത്, ഇത് രണ്ടായി പൊട്ടുന്നത് എക്സ് ഡയറക്ഷനിലാണ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ എക്സ് ഡയറക്ഷനുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് എക്സ് ഡയറക്ഷനിൽ വി എക്സ് എന്ന് പറയുന്നത് 100 ഇൻറ്റു കോസ് 60, ഞാൻ ഇവിടെ പറഞ്ഞ പോലെ വി കോസ് തീറ്റ ചെയ്താൽ മതി. അപ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് എക്സ് ആക്സിസിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെ എക്സ് ആക്സിസിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം മുകളിൽ എത്തിയപ്പോൾ രണ്ടായി പൊട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ആ ഷെൽ രണ്ടായി പൊട്ടി. അപ്പോൾ അവിടെ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇങ്ങോട്ട് തെറിക്കുന്ന ഒരു പാർട്ടിക്കിൾ, അങ്ങോട്ട് തെറിക്കുന്ന ഒരു പാർട്ടിക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, മൊമെൻറ്റ് ഇതിന് പുറത്ത് വൺസ് ഇത് വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മോഷനിൽ പുറത്തൊന്നും എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തപ്പോൾ ഈ ഷെല്ലിൻ്റെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ഈ ഷെൽ ആദ്യം ഇങ്ങോട്ട് വെടിവെച്ചപ്പോൾ ഇതിനുണ്ടായിരുന്ന എക്സിലൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു, ഈ വി എക്സ് പോലെ. അതിൻ്റെ മാസ് എക്സ് ആക്സിസിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റം എനിക്ക് എക്സ് ആക്സിസിൽ കിട്ടും. അപ്പോൾ ആ മൊമെൻറ്റം ഇത് രണ്ടായി പൊട്ടിക്കഴിഞ്ഞാലും അത് മാറത്തില്ല. ആ ടോട്ടൽ ബോഡിയുടെ മൊമെൻറ്റം പിന്നെ അത്ര തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ഇനീഷ്യൽ മൊമെൻറ്റം പറയാം. ഓക്കെ, ഇനീഷ്യൽ മൊമെൻറ്റം ഞാൻ പറയുവാണ് എം ഇൻറ്റു ആ ഷെല്ലിൻ്റെ മാസ് എം ആയിട്ട് ഞാൻ എടുക്കുവാണെങ്കിൽ എം ഇൻറ്റു 50 ആണെന്ന് പറയാം. ഇത് എക്സ് ആക്സിലാണ്. അപ്പോൾ ഇനീഷ്യൽ പി എക്സ് എന്ന് ഞാൻ പറയുവാണ്. ഇനി ഫൈനൽ പി എക്സ്, ഇത് പൊട്ടിക്കഴിഞ്ഞാലുള്ള പി എക്സ്. പൊട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, നമുക്കറിയാം ഷെല്ല് രണ്ടായി പൊട്ടുന്നു. അപ്പോൾ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ m/2 അങ്ങോട്ട് പോകും, മാസിൻ്റെ പകുതി അങ്ങോട്ട് പോയി, ബാക്കി m/2 ഇപ്പുറത്തോട്ട് പോയി. ഓക്കെ, ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ പോയ വെലോസിറ്റി എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് -50 ആണ്. അപ്പോൾ -m/2 ഇൻറ്റു 50, അതാണ് ലെഫ്റ്റ് സൈഡിൽ പോയ പാർട്ടിക്കിളുടെ വെലോസിറ്റി. അപ്പുറത്തെ സൈഡ് എനിക്ക് അറിഞ്ഞുകൂടാ, അത് വി ആയിട്ട് ഞാൻ എടുക്കുവാണ്, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, +m/2 ഇൻറ്റു വി എന്നെനിക്ക് എഴുതാം. നമുക്കറിയാം ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും ഈക്വൽ ആണ്, കാരണം ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഇനീഷ്യൽ പി എക്സ് ഇസ് ഈക്വൽ ടു ഫൈനൽ പി എക്സ് എന്ന് എഴുതാം. അപ്പോൾ m ഇൻറ്റു 50
is equal to minus m by 2 into 50 plus m by 2 into v എന്ന് എനിക്ക് എഴുതാം. ഈ m എല്ലാം കട്ട് ചെയ്ത് പോകും. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 is equal to ഈ 2 ഇപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 100 is equal to 50 മൈനസ് 50 പ്ലസ് വി അല്ലേ. അപ്പോൾ എനിക്ക് വി എന്തായി കിട്ടും? 100 മൈനസ് 50 ഇപ്പുറത്ത് കൊണ്ടുകഴിഞ്ഞാൽ 150 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും അത് അങ്ങോട്ട് തെറിച്ച് പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഒരു കണ്ടിന്യൂസ് ബോഡിക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് പറഞ്ഞായിരുന്നു. അതിനുശേഷം അതിനുള്ള പ്രോപ്പർട്ടീസ്, ആദ്യം വെലോസിറ്റി പറഞ്ഞു ആൻഡ് അതിനുശേഷം അവിടെയുള്ള മൊമെൻറ്റം പറഞ്ഞു. ഈ മൊമെൻറ്റം എപ്പോഴും ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും സെൻറ്റർ ഓഫ് മാസിന് എപ്പോഴാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഒരു സാധനം പോയി അത് പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഒരു ബോംബ് ഷെൽ, ഒരു ബോംബാണെന്ന് വിചാരിക്കുക, ആ ബോംബ് പൊട്ടിയിട്ട് 3 തെറിച്ചു. അപ്പോൾ ബോംബിന് അവിടെ പുറത്തുനിന്നും ഞാൻ ആ ബോംബിനെ ഇടിക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യം എത്ര മൊമെൻറ്റം ഉണ്ടായിരുന്നോ അത്ര തന്നെ മൊമെൻറ്റം ആയിരിക്കും ഈ പൊട്ടിത്തെറിക്കുന്ന ഓരോ പാർട്ടിക്കിളുടെയും മൊമെൻറ്റം സം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെയുള്ള വേരിയബിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾറൈറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് താഴെ കമൻസിൽ എഴുതുക. എന്നിട്ട് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കി ഈ കാര്യങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് നോട്ട്സ് എഴുതിക്കൊള്ളുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.